ഹസൻ റളിയല്ലാഹു അൻഹു കാണിച്ചതുപോലെ അയൽപ്പക്കത്ത് നിന്ന് വന്ന് സ്വന്തം വീട്ടിലേക്ക് ചേർന്ന് കിടക്കുന്ന കാഷ്ടവും മൂത്രവും അതിൽ ക്ഷമിച്ചു പോയില്ലേ? അത് കാരണമായി എത്ര പ്രതിഫലം ലഭിച്ചു. ഒരു മനുഷ്യൻ മുസ്ലിമായല്ലോ. ബഹുമാനപ്പെട്ടവര് പറയുന്നത് ബൽ അസ്സബ്റു അലാ അദൽ ജാർ, അയൽപ്പക്കത്തുള്ള ബുദ്ധിമുട്ട് ആ ബുദ്ധിമുട്ടിന്റെ മേൽ ക്ഷമിക്കലാണ്. അയൽവാസികളിൽ എന്ത് ബുദ്ധിമുട്ട് നേടിയാലും അതിൽ ക്ഷമിക്കാൻ കഴിയുന്നവരാണ് നല്ല അയൽവാസി. ബഹുമാനപ്പെട്ട ഹസൻ ബസരി റളിയല്ലാഹു അൻഹു പറയുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഭാഗം വല്ലാതെ നീട്ടുന്നില്ല. ഞാൻ എന്റെ ഉമ്മമാരോട് പ്രത്യേകിച്ച് പറയുന്നു, നാം പറഞ്ഞ റസൂലുള്ള പഠിപ്പിച്ച കാര്യങ്ങള് നമ്മുടെ കാരണം കൊണ്ട് അവര് നമ്മെക്കുറിച്ച് മദ്ഹ് പറയണം. നമുക്ക് വല്ല വിഷമം വന്നാൽ ഏറ്റവും കൂടുതൽ കരയുന്നവർ നമ്മുടെ അയൽവാസികളായിരിക്കണം. അങ്ങനെ കരഞ്ഞവരുണ്ട് ധാരാളം ചരിത്രങ്ങൾ ആ ഭാഗം. അത് ഞാൻ പറഞ്ഞാല് 3-4 മണിക്കൂറും പറഞ്ഞിട്ട് എവിടെ എത്തിക്കാൻ പറ്റുകയില്ല. ഒരു ഭാഗത്തേക്ക് നമുക്ക് അത് പറഞ്ഞു എത്തിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ചരിത്രങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അയൽവാസികളെ, അയൽപ്പക്കത്തുള്ളൊരു ഉമ്മ മരിച്ചപ്പോ ദിവസങ്ങളോളം കരഞ്ഞിട്ട് ഖത്തം ഓതി തീർത്ത അയൽവാസികളുണ്ട്. അല്ലോ, എന്റെ ഉമ്മാനേക്കാളും സ്നേഹിക്കുന്ന അയൽപ്പക്കത്തെ ഉമ്മ എന്ന് പറഞ്ഞു ഉമ്മാക്ക് ഖത്തം ഓതി തീർത്ത അയൽവാസികളുടെ ചരിത്രം പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നു. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള ആളുകൾ വിവരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് നാട്ടുകാരെ? ഒരു അയൽവാസിയായ പിതാവ് മരണപ്പെട്ടപ്പോ എല്ലാ ദിവസവും ഖബറിൽ ചെന്നുകൊണ്ട് സിയാറത്ത് നടത്തി ദുആ ചെയ്യുന്ന അയൽപ്പക്കക്കാർ, സ്വന്തം ബാപ്പയോടുള്ള സ്നേഹത്തെക്കാളും വലിയ സ്നേഹം, അതുപോലെയുള്ള സ്നേഹം അയൽപ്പക്കത്തെ ഉപ്പയോട് കാണിക്കുന്ന ആളുകൾ. അങ്ങനെ നമ്മെക്കുറിച്ച് നമ്മുടെ അയൽപ്പക്കക്കാർക്കുണ്ടോ എങ്കിൽ നമ്മൾ മുസ്ലിമീങ്ങളാണ്. നമ്മുടെ അയൽവാസികൾക്ക് നമ്മെക്കുറിച്ച് അങ്ങനത്തെ ഒരു മഹബത്തില്ലേ? നമ്മളെ കുറിച്ച് താമായ മോമിൻ എന്ന് പറയാൻ പറ്റൂല. അവരെന്തോ എന്ന് നമ്മൾ നോക്കണ്ട, നമ്മളാരെന്ന് നോക്കുക. ഞാൻ മരിച്ചാൽ എന്റെ അയൽവാസികൾ എനിക്ക് മയ്യിത്ത് നിസ്കരിക്കൽ മാത്രല്ല, എന്റെ അയൽവാസി എനിക്ക് ഖുർആൻ ഓതുമോ, ഒരു ഖത്തം ഓതിക്കൊണ്ട് 70,000 ദിക്റുകൾ. സുബ്ഹാനല്ലാഹ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചുള്ള സംഭവം കാണാം. ഒരു അയൽപ്പക്കക്കാരൻ മരണപ്പെട്ടപ്പോ ആ അയൽവാസിക്ക് വേണ്ടിയിട്ട് തൊട്ടിപ്പുറത്തെ അവരുടെ അയൽപ്പക്കക്കാരൻ 70,000 ദിക്ർ ചൊല്ലിയിട്ട് അയൽവാസിക്ക് ഹദിയ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹ്. ഒരു അയൽവാസി 70,000 ദിക്ർ ചൊല്ലിയിട്ട്, പടച്ചവനെ, എന്റെ ഉപ്പാക്ക് തുല്യമുള്ള പിതാവിന്റെ ഹദ്റത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിക്കണേ അല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നു. ഇതാണ് അയൽവാസികൾ. അങ്ങനെ ഏതെങ്കിലും അയൽവാസികൾ, ആരാണ് അയൽവാസികൾ, ഏതൊക്കെ വീട്ടുകാരാണെന്ന് നമുക്ക് പറയാം. ഞാനിവിടെ പറയുന്നത് അങ്ങനത്തെ അയൽവാസികൾ നമുക്ക് എത്ര വീടുണ്ട്, എത്ര വീടുകളുണ്ട്? 1, 2, 3 വീടൊന്നല്ല അയൽപ്പക്കത്തെ വീടുകള്. അപ്പൊ എത്ര വീടുകളുണ്ട് എന്ന് നാം ഇങ്ങനെ വിലയിരുത്തുക. ഒരു കാര്യം പറയുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട അരികിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, ഖാല റജുലൻ ലി അബ്ദുല്ലാഹ് ഇബ്നുൽ മുബാറക്. ആരാണത്? ഇന്നി റഅയ്തു റസൂലല്ലാഹ്, ഇന്നി റഅയ്തു ഹബീബല്ലാഹ്. ഞാൻ എന്റെ ഹബീബിനെ കണ്ടു, ഞാൻ എന്റെ ഹബീബിനെ എന്നെ കണ്ടു. അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നു എന്ന് പറയാൻ ഭാഗ്യം ലഭിച്ചു പോയൊരു മഹാൻ അർഹമുർ റഹീമായ റബ്ബ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പുന്നാര മുത്തുനബി തങ്ങളെ കാണാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ അങ്ങുമിങ്ങും ദുആ ചെയ്യണം. നമ്മൾ സാധുക്കളാണ്, പാവങ്ങളാണ്. റസൂലുള്ളാഹിനെ കണ്ട മഹാനോട് ഒരു ചെറുപ്പക്കാരൻ ചെന്നുകൊണ്ട് ചോദിക്കുന്നു, യാ അബ്ദല്ലാഹ്, ഇന്ന ജാറനാ യസ്തകീ മിൻ അബ്ദി വലഅല്ലഹു യക്ദിബു അലൈഹി. ഞങ്ങളുടെ അയൽപ്പക്കത്തുള്ള ആള് യസ്തകീ മിൻ അബ്ദി, എന്റെ വീട്ടിലെ ജോലിക്കാരൻ, ആ ജോലിക്കാരനെ കുറിച്ച് ഇതാ വന്നുകൊണ്ട് ശിക്കായത്ത് പറയുന്നു, വേവലാതി പറയുന്നു, അവൻ മോശമാണെന്ന് പറയുന്നു. വലഅല്ലഹു യക്ദിബു അലൈഹി, വലഅല്ലഹു ആ അയൽവാസിയായേക്കാം, യക്ദിബു കള്ളം പറഞ്ഞേക്കാം, അലൈഹി എന്റെ അടിമയുടെ മേൽ, എന്റെ വേലക്കാരന്റെ മേൽ, എന്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന ജോലിക്കാരന്റെ മേൽ ആ അയൽവാസി വന്ന് കളവ് പറഞ്ഞ് എനിക്ക് എന്റെ ജോലിക്കാരൻ വീട്ടുകാരൻ
വീട്ടുകാരനോട് വേലക്കാരനോട് വെറുപ്പ് വരാൻ വേണ്ടി പറഞ്ഞതായേക്കാം എന്ന് പറഞ്ഞപ്പോ ഫഖാല അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇദാ അദ്നബ അബ്ദുക, നിങ്ങളുടെ അടിമയെങ്ങാനും വീട്ടുകാരൻ ജോലിക്കാരനെങ്ങാനും വേലക്കാരനെങ്ങാനും വല്ല തെറ്റും ചെയ്താൽ ഫഹ്ഫദുഹു അലൈഹി, അത് ഉണ്ടോ ഇല്ലേ എന്ന് പരിശോധിക്കേണ്ടത് നിങ്ങളാണ്. ഫൈദാ ശകാഹു ജാറുക, നേരെ മറിച്ച് അവനെ കുറിച്ച് നിങ്ങളുടെ അയൽവാസി വന്ന് വല്ലതും പറഞ്ഞാൽ ഫഅദ്ദബഹു, ആളെ നിങ്ങൾ അദബ് പഠിപ്പിക്കുകയും ചെയ്തു. അലാ ദാലിക ദംബി, എന്നാൽ ഫതകൂൻ ഖദ് അർളൈത ജാറക വഅദ്ദബ്ത അബ്ദക, നിന്റെ അയൽവാസിയെ നീ തൃപ്തിപ്പെടുത്തി ഒന്ന്, നിന്റെ അടിമയെ അദബ് പഠിപ്പിക്കലുമായി രണ്ട് കാര്യമാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത്. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അവരോട് പറയുന്നു, മോരെ അയൽവാസിയോട് നീ അദബ് പഠിപ്പിക്കുകയും ഫൈദാ ശകാഹു ജാറുക ഫഅദ്ദബഹു അലാ ദാലിക ദംബി ഫതകൂൻ ഖദ് അർളൈത ജാറക, നിന്റെ അയൽവാസിയെ തൃപ്തിപ്പെടുത്തൽ വന്നു. നിന്റെ ആ വേലക്കാരനെ അദബ് പിടിപ്പിക്കലുമായി രണ്ട് ഉപകാരമാണ്. അയൽവാസികളുടെ തൃപ്തി നേടാൻ കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിഫലമാണ് മോരെ. അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, അയൽവാസികൾ, ഉമ്മമാരെ, എന്തൊക്കെ കാരണം പറഞ്ഞാലും അയൽപ്പക്കക്കാരോട് വെറുത്തിട്ട് അയൽവാസികളുടെ ഗീബത്ത് പറഞ്ഞ് ആഖിറം നഷ്ടപ്പെടുത്തി കളയണ്ട. ഗൗരവമുള്ള ഒരു വിഷയം ഞാൻ നിങ്ങളോടൊന്ന് തുറന്നു പറഞ്ഞു മാത്രം. സ്വഹാബത്തിനെ വിളിച്ചിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, ഹാഫിദു അലാ സലാസി ഖിസാൽ, മൂന്ന് കാര്യം ശ്രദ്ധിച്ചോളി. ഒരിക്കൽ സ്വഹാബികളൊക്കെ ഇങ്ങനെ നിൽക്കുക. ആ സമയത്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രത്യേകമായ ഉപദേശം, ഹാഫിദു അലാ സലാസി ഖിസാൽ, മൂന്ന് കാര്യം ശ്രദ്ധിച്ചോളി മക്കളെ. സിദ്ഖുൽ ഹദീസ് വ അദാഇൽ അമാന വ ഹിഫ്ദുൽ ജിവാർ. എന്താണത്? നിങ്ങൾ വാ തുറന്നു കഴിഞ്ഞാൽ സത്യമാണോ പറയുന്നത് നോക്കിക്കോളി, കള്ളം പറയണ്ട. ഇന്ന സിദ്ഖ യഹ്ദി ഇലൽ ബിർരി വൽ ബിർറ യഹ്ദി ഇലൽ ജന്ന വഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, തമ്മാടിത്തത്തിലേക്ക്, വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, കള്ളം പറയരുത്, ഒരിക്കലും കളവ് പറയരുത്, സത്യമേ നിങ്ങൾ പറയാവൂ. റസൂലുള്ളാഹി പറയാ, സ്വഹാബികളോട് പറയുന്നു, സ്വഹാബത്തെ, കൈപ്പായിരുന്ന ഘട്ടമാണെങ്കിലും ശരി, അൽ ഹിൽമു അവ്വലുഹു മുർറും മുദാഖത്തുഹു ലാകിന്ന ആഖിറഹു അഹ്ലാ മിനൽ അസൽ, ആദ്യമൊക്കെ ഇടങ്ങാറായി തോന്നും, എന്നാലും അവസാനം തേനെ കുപ്പിക്കാളും മാധുര്യമുള്ള രംഗമായിരിക്കും. സത്യം പറയുക. സത്യം പറയുമ്പോ വലിയ വിഷമൊക്കെ ഉണ്ടാകും. സത്യം പറയാൻ നോക്കുക നിങ്ങള്. എന്നിട്ട് റസൂലുള്ളാഹി പറയുക, അദാഇൽ അമാന, ആരെങ്കിലും നിങ്ങളെ വിശ്വസിച്ചു വല്ലതും നൽകിയാല് അത് വീട്ടിക്കളയാ. ഗൾഫ് നാടുകൾക്ക് ഒരു സ്വഭാവമുണ്ട്. ഗൾഫ് നാടുകളൊക്കെ കാണാ, ഞാനത് പ്രവാസികളുടെ കണ്ണീര് കാണാനെന്ന ഒരു പ്രഭാഷണം നടത്തി. ഒരു പ്രവാസിയുടെ അന്ത്യം എന്ന ഒരു പ്രഭാഷണം നടത്തേണ്ടി വന്നു. അതിലൊക്കെ ഞാൻ ചില ഉദാഹരണങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഗൾഫുകാർക്ക് ഒരു സ്വഭാവമുണ്ട്. 6 മാസത്തെ ലീവിന് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ 30-40 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കുന്ന അടുത്ത ചങ്ങാതിയാണ്. ചിലപ്പോൾ അവനെ ഗൾഫിലേക്ക് വിസ എടുത്ത് കൊണ്ടുപോയത് ഈ സാധുവായിരിക്കും. അങ്ങനെ 6 മാസത്തെ ലീവിന് വരുമ്പോ ഇയാളെ കടയേൽപ്പിച്ചു വന്നു. 6 മാസങ്ങൾ തിരിച്ചു പോയപ്പോഴേക്കും വഞ്ചകൻ അത് പാടെ നശിപ്പിച്ചു പോയി. ഈ സാധുവായ മനുഷ്യൻ 10 വിരൽ കടിച്ചുകൊണ്ട് കരയുകയാണ്. ഗൾഫ് നാടുകളൊക്കെ കാണാം, മനുഷ്യ പാടില്ല, അമാനത്ത് നീ വീട്ടിക്കൊള്ളണം. വഹിഫുൽ ജവാർ, അയൽവാസികളെ, അയൽപ്പക്കത്തെ, വഹിഫുൽ ജവാരി, അയൽവാസികളെ നീ നല്ലവണ്ണം ശ്രദ്ധിച്ചോ, സൂക്ഷിച്ചോ. ഫഇന്ന അദൽ ജാരി യംഹുൽ ഹസനാത്ത്, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കല് എല്ലാ നന്മകളെയും മായ്ച്ചു കളയുന്നതാണ്. എത്ര വലിയ ആബിദാണ് എങ്കിലും, 10,000 ദിക്ർ ചൊല്ലുന്ന മനുഷ്യനാണെങ്കിലും, പ്രായം ചെന്ന പിതാക്കളെ, ഇശാമഗ്രിബിനടിയിൽ പള്ളിയിൽ ചെന്നുകൊണ്ട് ധാരാളം ദിക്ർ ചൊല്ലുന്ന ഉപ്പയാണോ? പണ്ടത്തെ പോലെ അങ്ങനെ കാണാനില്ല. പണ്ട് ഇശാമഗ്രിബിനടിയിൽ പ്രായം ചെന്ന പിതാക്കളൊക്കെ പള്ളിയിലിരുന്ന് സ്വലാത്ത് ചൊല്ലി ഇശാ ബാങ്ക് വിളിക്കുന്നത് വരെ ഇരിക്കുന്നതാണ്. ഓ ഉപ്പാ
എത്ര പ്രായമായി നിങ്ങൾക്ക് ആ ഒരു മണിക്കൂർ പോലും പള്ളിയിലിരിക്കാൻ കഴിയാതെ പീടികയിൽ ചെന്ന് ചായ കുടിച്ചിട്ട് ആരുടെ ഗീബത്താ പറയുന്നത്, ഏതൊക്കെ അയൽവാസികളെയാ കുറ്റം പറഞ്ഞത്, ഏതൊക്കെ ആളുകളുടെ മാംസമാ കടിച്ചത്. എന്താണ് ഉപ്പമാരെ, ഇശാ മഗ്‌രിബിനിടയിലെങ്കിലും പള്ളിയിലൊന്നു പോയി 10 സ്വലാത്ത് ചൊല്ലിക്കൂടെ? നമ്മുടെ ഉപ്പ കാണിച്ചു തന്നത് അങ്ങനെയല്ലേ, നമ്മുടെ ഉപ്പാപ്പമാര് കാണിച്ചത് അതല്ലേ? എന്തേ പോയത്? ഇശാ മഗ്‌രിബിനിടയിൽ പഴയ കാലത്ത് ഏതെങ്കിലും ഒരു പള്ളി, അത് നമ്മുടെ ജില്ലയിലാവട്ടെ, മലപ്പുറം ജില്ലയിലാവട്ടെ, കോഴിക്കോട് ജില്ലയിലാവട്ടെ, ഏത് ജില്ലകളിലാണെങ്കിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇശാ മഗ്‌രിബിനിടയിൽ ഒരു നിസ്കാര പള്ളിയിലെങ്കിലും ലൈറ്റ് അടക്കുന്നത്, ലൈറ്റ് ഓഫ് ചെയ്യുന്നത്, അല്ലെങ്കിൽ പോകട്ടെ അവിടുന്ന് ഇരുട്ടാക്കിക്കൊണ്ടിരിക്കുന്ന രംഗം ഒരു പള്ളിയിലും കാണുമായിരുന്നില്ല. ഇന്ന് ഇശാ മഗ്‌രിബിനിടയിൽ പോലും പള്ളികളിൽ ലൈറ്റുകളില്ല, എല്ലാം ഓഫ് ചെയ്തുകൊണ്ട് കാണുന്ന ആളുകൾ കടയിൽ പോയി ഇരിക്കുകയാണ്. പടച്ച റബ്ബിന്റെ അദാബ് അത് സ്വീകരിക്കാൻ ഇന്ന അദാബ റബ്ബിക ലവാഖിഅ മാലഹു മിൻ ദാഫിഅ മാലഹു മിൻ ദാഫിഅ. പിതാക്കളെ, പടച്ച റബ്ബിന്റെ പ്രത്യേകിച്ച് പ്രായമുള്ളവരോട്, ചെറുപ്പക്കാരോടല്ല ഞാനിത് പറയുന്നത്, പ്രായമുള്ളവരോട് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹുവിന്റെ അദാബിനെ തടുക്കാൻ ആരുണ്ട് മനുഷ്യ? ഇശാ മഗ്‌രിബിനിടയിൽ പീടികളിരുന്ന് പെട്ടിക്കടയിൽ ഇരുന്നു കൊണ്ട് ഗീബത്ത് പറയുന്ന പിതാക്കളെ, അല്ലാഹു നിങ്ങളെ വെറുതെ വിടോ? ആ ഒരു മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് പള്ളിയിൽ ചെന്ന് ചെലവഴിച്ചുകൂടെ? പ്രായമുള്ള നരച്ചു കുമ്പളകയായ, അവിടുന്ന് മുടിയൊക്കെ നരച്ചുപോയി, എത്ര വയസ്സായി ഉപ്പമാരെ, 60 വയസ്സ് കഴിഞ്ഞ് 70 വയസ്സ് കഴിഞ്ഞ പിതാക്കൾ, അവർ പോലും ഇശാ മഗ്‌രിബിനിടയിൽ പള്ളിയിൽ ചെന്നിരിക്കാതെ പെട്ടിക്കടയിൽ പോയിരുന്ന് എന്തൊക്കെയാ വിളിച്ചു കൂവുന്നത്. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കുമാറാവട്ടെ. ഞാൻ നിങ്ങളെ കുറിച്ചല്ല കേട്ടോ, ഈ സദസ്സിലെ പിതാക്കളെ കുറിച്ച് എനിക്കറിയൂലല്ലോ, ഞാൻ നിങ്ങളെ കുറിച്ചല്ല പറയുന്നത്. ഇരിക്കട്ടെ, റസൂലുള്ള പറഞ്ഞു, ഫഇന്ന അദൽ ജാർ, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കൽ, യംഹുൽ ഹസനാത്ത്, എല്ലാ നന്മകളെയും ആഴ്ചകളെയും അല്ലാഹുവിന്റെ കോടതിയിൽ ചൊല്ലുമ്പോ, പടച്ച റബ്ബിന്റെ കോടതിയിൽ ചൊല്ലുമ്പോ ഒരിക്കലും അവന്റെ ഗ്രന്ഥത്തിൽ അവൻ ചെയ്തു പോയ ഹസനത്ത് കാണുകയില്ല. എന്തെല്ലാം അവൻ ചെയ്തു പോയി, എത്രമാത്രം ഇബാദത്തെടുത്തു പോയി, തഹജ്ജുദ് പോലും ഒഴിവാക്കാതെ നിസ്കരിച്ചു പോയി, പക്ഷേ അവന്റെ ഗ്രന്ഥത്തിൽ കാണുന്നില്ല. ഇഖ്റഇ കിതാബക യാ അബ്ദി അലാ മഹലി വൻദുർ ഇലൈഹി തറാ ഹൽ കാന മാ കാന ലമ്മാ ഖറഅതു കിതാബൻ ലാ യുഗാദിറു ലി ഹർഫൻ വമാ കാന ഫീ സിർരിൻ വഇലാനാ. ഇഖ്റഇ കിതാബക്, നിന്റെ ഏടാണിത്, നിന്റെ ഗ്രന്ഥമാണിത്, ഈ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കു മനുഷ്യ എന്ന് പറഞ്ഞ് വായിക്കാൻ വേണ്ടി പറയുമ്പോ, ലമ്മാ ഖറഅതു കിതാബൻ, ഞാൻ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കിയപ്പോൾ, ലാ യുഗാദിറു ലീ, എനിക്ക് ഉപേക്ഷിച്ചിട്ടില്ല, ഹർഫൻ വമാ കാന ഫീ സിർരിൻ വഇലാനാ, ഞാൻ രഹസ്യമായും പരസ്യമായും ചെയ്തിട്ടുള്ള പറഞ്ഞിട്ടുള്ള ഒരു ഹർഫ് പോലും ഇതിൽ ഉപേക്ഷിച്ചിട്ടില്ല റഹ്മാനേ എന്ന് പറയുമ്പോ അല്ലാഹു പറയും, ഇവനെ നരകത്തിലേക്ക് വലിച്ചെറിയണം മലക്കുകളെ, ഈ മനുഷ്യനെ നരകത്തിലേക്ക് വലിച്ചെറിയണം മലക്കുകളെ. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ, പടച്ച റബ്ബ് കാക്കുമാറാവട്ടെ. അന്ന് നമ്മൾ പറയാ, ലമ്മാ ഖറഅതു കിതാബൻ, ഞാൻ എന്റെ ഗ്രന്ഥം വായിച്ചു നോക്കിയപ്പോൾ ഒന്നും ഇതിൽ കാണുന്നില്ലല്ലോ. വിഷയം എന്താണ്? ഫഇന്ന അദൽ ജാർ, അയൽപക്കത്തെ അയൽവാസികളെ ബുദ്ധിമുട്ടിക്കൽ, യംഹുൽ ഹസനാത്ത്, എല്ലാ നന്മകളെയും മായ്ച്ചു കളയുന്നതാണ്. അവന്റെ ഗ്രന്ഥത്തിൽ ഒരു നന്മയും അവന് കാണാൻ കഴിയില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റസൂലുള്ളാഹി പറഞ്ഞ ഒരു ഹദീസും കൂടെ ഞാൻ പറയാം. ഇദാ അൻത റമൈത കൽബ ജാരിക ഫഖദ് ആദൈതഹു. ഇദാ റമൈത കൽബ ജാരിക, നിന്റെ അയൽപക്കത്തുള്ള ഒരു പട്ടിയെ നീ എറിഞ്ഞാൽ, ഫഖദ് ആദൈതഹു, അയൽവാസിയെ ബുദ്ധിമുട്ടിച്ചവനാണ്. ഇദാ റമൈത ഇദാ അൻത റമൈത കൽബ ജാരിക, റസൂലുള്ളാഹിന്റെ ഹദീസ്, നിന്റെ അയൽപക്കത്തുള്ള അയൽപക്കക്കാരുടെ നായയെ നീ എറിഞ്ഞു, ഒരു പട്ടിയെ കല്ലെടുത്തെറിഞ്ഞു, എന്നാൽ ഫഖദ് ആദൈതഹു, ആ അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചു. ഫഇന്ന അദൽ ജാർ,
അയൽവാസിയെ ബുദ്ധിമുട്ടിക്കൽ യംഹുൽ ഹസനാത്ത്, നന്മകളെ നശിപ്പിച്ചു കളയും, മായ്ച്ചു കളയും, നാമാവശേഷമാക്കി കളയും. അയൽപ്പക്കത്തുള്ള അയൽവാസികളുടെ നായയെ പോലും ഉപദ്രവിച്ചു പോകരുത്. തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം, 1 പ്രാവശ്യം മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് കഴുകണം. അങ്ങനത്തെ ജീവിയെ പോലും ആക്രമിച്ചു പോകരുത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ഒരു മഹാൻ, അല്ലാഹുവിന്റെ ആരിഫീങ്ങളിൽപ്പെട്ട മഹാൻ, ആ മഹാനത വിവരിക്കുകയാണ്. വശക്കാ ബഅ്ദുഹും കസറത്തുൽ ഫഇരി ഫീ ദാരിഹി. ഒരു മനുഷ്യന്റെ വീട്ടിൽ വല്ലാത്ത എലിശല്യമുണ്ട്, നിറയെ എലികളാണ്. ആ സമയത്താണ് അല്ലാഹുവിന്റെ മഹത്തുക്കളോട് ചെന്നിട്ട്, എന്റെ വീട്ടിൽ ധാരാളം എലിയുണ്ട്, ധാരാളം എലിശല്യമാണ്, കിടക്കാൻ വയ്യ, രാത്രി എന്ത് ഓട്ടമാണ്, എലികളുടെ ശല്യം നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോ ഫഖീല ലഹു ലവിക്തനൈത ഹിറൻ ലവിക്തനൈത ഹിറൻ ഫഖാല അഖ്ശാ അൻ യസ്മഅൽ ഫഅറു സൗതൽ ഹിരി ഫയഹ്രിബു ഇലാ ദൂരിൽ ജീറാൻ. ആ സമയത്ത് പറയുന്നു, അവിടുന്ന് എന്റെ അയൽപ്പക്കത്ത് എന്റെ വീട്ടിൽ എലിശല്യമുണ്ട്. ആ സന്ദർഭത്തിൽ ഒരു പൂച്ചയെ വളർത്താൻ പറഞ്ഞു, ഒരു പൂച്ചയെ വളർത്താൻ പറയുന്നു. പൂച്ചയെ വളർത്തി, ആ പൂച്ചയെ കണ്ടു, പൂച്ചയതാ വീട്ടിലുള്ള എലിയെ കണ്ടു, ഓടിപ്പോയി പിടിക്കാൻ. നാട്ടുകാരെ എലിയെ പിടിക്കാൻ പോയപ്പോ എലിയതാ ഓടുന്നു, അയൽപ്പക്കത്തെ വീട്ടിലേക്കാണ്. ഈ അയൽവാസിയായ മുത്തഖിയായ മനുഷ്യനങ്ങ് കരയുന്നു, പടച്ചവരെ, എന്റെ വീട്ടിലുള്ള എലി, ആ എലിയുടെ ശല്യം തീരാൻ പൂച്ചയെ വളർത്തി, ആ എലി എന്റെ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോയല്ലോ, എന്താണ് എന്റെ സ്ഥിതി? അയൽപ്പക്കത്തുള്ളവരുടെ അരികിലേക്ക് വീട്ടിലേക്ക് ഓടിച്ചെന്നുകൊണ്ട് അയൽവാസികളെ കൈപ്പിടിച്ച് പൊരുത്തപ്പെടിക്കുന്നു. അവിടുന്ന് പറയുന്നു, ഇല്ല, ഞാൻ ഇനി പൂച്ചയെ വളർത്തുകയില്ല. ഒരു ഈച്ച കേട്ടുപോയി സൗത്തൽ ഹിരി, പൂച്ചയുടെ ശബ്ദത്തെ കേട്ടാൽ ആ പൂച്ചയെങ്ങാനും അയൽവാസികളുടെ വീടുകളിലേക്ക് ഓടിയാൽ എന്റെ ശരീരത്തിന് മഹബ്ബത്ത് വെക്കാത്തൊരു കാര്യം ഞാൻ അയൽവാസികൾക്ക് ചെയ്തു പോയല്ലോ, അത് എന്റെ റസൂലുള്ള പൊരുത്തപ്പെടില്ലല്ലോ, എന്റെ നേതാവ് പൊരുത്തപ്പെടില്ല, എന്റെ യജമാനനായ റബ്ബ് പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് ഒരിക്കലും ആ ഭാഗത്ത് എലി പോകുന്നത് കൊണ്ട് എന്റെ വീട്ടിൽ പൂച്ചയെ വളർത്തുകയില്ല. ഈ പൂച്ച എന്റെ വീട്ടിൽ വേണ്ട, ഞാൻ എന്റെ വീട്ടിൽ പൂച്ചയെ വളർത്തുകയില്ല. ഈ രംഗമാണ് നാട്ടുകാരെ നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കൾ കാണിച്ചു തന്നത്. അങ്ങനെയുള്ള ആ പാരമ്പര്യത്തിന്റെ മക്കളായ നമ്മൾ എങ്ങനെയാണ് അയൽവാസികളെ ചീത്ത പറയുക? അയൽപ്പക്കത്തിൽ ഒരു പൂച്ച കാരണമായി എലി പോയതുകൊണ്ട് അയൽവാസികളുടെ കൈപ്പിടിച്ച് പൊരുത്തപ്പിടിച്ച കുടുംബത്തിന്റെ ആ പരമ്പരയിൽ വന്ന മുസ്ലിമേ, അല്ലാഹു നമുക്ക് മാപ്പ് തരുമോ? പടച്ച റബ്ബ് നമ്മെ വെറുതെ വിടുമോ? മനസാക്ഷിക്കുത്തുള്ള ഒരു മുസ്ലിം, യജമാനനായ റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന മുസ്ലിം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് വിലയിരുത്തുക. ഇത് ഉമ്മമാരോട് പ്രത്യേകിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. എന്റെ സഹോദരിമാരോടൊക്കെ ഞാൻ ഈ ഭാഗം ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ ഉമ്മമാരും പടച്ചവനെ ഇല്ല, ഇന്നു മുതൽ ഞാൻ എന്റെ അയൽവാസികളെ വെറുപ്പിക്കുന്ന ഒന്നും പറയൂല, ചെയ്യൂല, എന്റെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കില്ല, ഒന്നുമില്ല. ഒരു ഉറപ്പ് വരുത്തുക. ഒന്നും കൂടെ പറയട്ടെ, ബഹുമാനപ്പെട്ട അബൂദർ ഗിഫാരി റളിയല്ലാഹു അൻഹു പറയാ, ഔസാനി ഖലീലി ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നേതാവായ റസൂലുള്ള എന്നോട് വസിയത്ത് ചെയ്തു. എന്താണ് പറഞ്ഞത്? ഇദാ തബഖത ഖിദറൻ ഫഅക്തിർ മഅഹാ ثم انظر بعد أهل بيت في جيرانك فاغرف لهم منها. റസൂലുള്ള അബൂദറിനെ വിളിച്ചുകൊണ്ട് പറയാ, യാ അബൂദർ, അബൂദറേ, നിങ്ങളുടെ വീട്ടിൽ വല്ലതും വേവിക്കുന്നുവെങ്കിൽ
നിങ്ങളുടെ വീട്ടിൽ വല്ല കലവും വെച്ച് വേവിക്കുന്നുവെങ്കിൽ കുറച്ചു കൂടുതൽ വെള്ളം ഒഴിച്ചോളൂ. കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. ബിരിയാണി വെക്കുന്നുണ്ടോ, കുറച്ച് കൂടുതൽ വെക്കണം. പായസം ഉണ്ടാക്കുന്നുണ്ടോ, കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കണം. എന്തിനാണെന്നറിയോ? സുമ്മന്നുറ്. പിന്നെ നിങ്ങൾ നോക്കുക, നിങ്ങളുടെ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും വീട്ടുകാർ പരിസരത്തുണ്ടോ, ഏതെങ്കിലും അടുത്ത വീട്ടുകാർ തൊട്ടടുത്തുണ്ടോ, നമ്മുടെ അയൽവാസികൾ ആരെങ്കിലും തൊട്ടടുത്തുണ്ടോ? എന്തൊരു സുന്ദര മതത്തിന്റെ ആളുകളാണ് നമ്മൾ മുസ്ലിമീങ്ങളെ. നമ്മുടെ നേതാവിന്റെ ഉപദേശം കേട്ടോ, കുറച്ച് വെള്ളം കൂടുതൽ നീട്ടിവെച്ചിട്ട് അടുത്ത വീട്ടുകാരെ വിളിച്ച് അവർക്ക് കൊടുക്കണേ, അല്ലാതെ നിങ്ങൾ കടിക്കരുതേ. ഫഗ്രിഫ്ലഹും മിൻഹാ, അവർക്ക് നിങ്ങൾ കോരിക്കൊടുക്കണം. അതാണ് ഇസ്ലാമിന്റെ നേതാവ്, അല്ല ലോകത്തിന്റെ നേതാവ് മുസ്ലിം സമുദായത്തോട് പഠിപ്പിക്കുന്നതെങ്കിൽ അൽഹംദുലില്ലാഹ്. നാട്ടുകാരെ, അയൽവാസികളെ മാറ്റിവെച്ചുകൊണ്ടുള്ള ഒന്നും വേണ്ട. അതിന് വലിയൊരു പാടല്ലേ അബൂദർ ഗിഫാരിയോട് റസൂലുള്ളാഹി വസിയ്യത്ത് ചെയ്തത്. ഞാൻ എന്റെ വകയെ ഒന്നും വായിക്കുകയല്ല. മഹത്തുക്കളായ വലിയ വലിയ പണ്ഡിതന്മാർ 2 ലക്ഷം 3 ലക്ഷം ഹദീസുകളൊക്കെ മനഃപ്പാഠമാക്കിയ മഹത്തുക്കൾ, അവരാണ് ഈ ഹദീസുകൾ ഇങ്ങനെ വിവരിക്കുന്നത്. ഇദാ തബഖത ഖിദറൻ ഫഅക്തിർ മാഅഹാ സുമ്മൻദുർ ബഅല അഹ്ലി ബൈത്തിൻ ഫീ ജിറാനിക ഫഗ്രിഫ് ലഹും മിൻഹാ ഫഗ്രിഫ് ലഹും മിൻഹാ. ഈ നേതാവിന്റെ കുട്ടികളായ നമ്മൾ എങ്ങനെ പോരടിച്ച് നടക്കാൻ പറ്റും? എങ്ങനെ അയൽവാസികളോട് മാസങ്ങളോളം പിണങ്ങി നടക്കാൻ പറ്റും? എങ്ങനെ കുനിച്ചു വെച്ച് നടക്കാൻ പറ്റും? ഇല്ല, അരുത്. മുസ്ലിമീങ്ങൾക്ക് പറ്റുകയില്ല. മാസാല ജിബ്രീൽ യുസീനി ബിൽ ജാർ ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് പറയുന്നു, ഓ എന്റെ സ്വഹാബികളെ, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് വസിയത്ത് ചെയ്യുന്നു. എപ്പോഴും വന്നുകൊണ്ട് അയൽവാസികളെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഹത്താ ളനന്തു, ഞാൻ ഭാവിച്ചു പോയി, അന്നഹു സയുവരിസുഹു, അയൽവാസി എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പ മരിച്ചാൽ ആ ഉപ്പയുടെ സ്വത്ത് ഓഹരി ചെയ്യേണ്ട അതിന്റെ അനന്തരം വാങ്ങേണ്ടവര് മക്കളാണ്. അതിന്റെ അനന്തരക്കാരുണ്ട്. എന്നാൽ അന്നഹു സയുവരിസുഹു, അയൽവാസികൾക്ക് അനന്തരം കൊടുക്കേണ്ടി വരുമോ? അനന്തരം എടുക്കാൻ അർഹതപ്പെട്ടവരായോ അയൽവാസികൾക്ക്? അഥവാ ഞാൻ മരിച്ചാൽ എന്റെ പറമ്പിൽ നിന്ന് അയൽവാസികൾക്ക് അനന്തര സ്വത്തായി കൊടുക്കേണ്ടി വരുമോ എന്ന് വരെ ഭാവിച്ചുപോയി. അത്ര കണ്ട് റസൂലുള്ളാഹി എന്നോട് വന്ന് വസിയത്ത് ചെയ്തു. മാസാല ജിബ്രീൽ യുസീനി ബിൽ ജാർ, ജിബ്രീൽ എപ്പോഴും ആയിക്കൊണ്ടിരുന്നു, എന്നോട് ഇടക്കിടക്ക് വന്ന് വസിയത്ത് ചെയ്യുന്നു. ഹത്താ ളനന്തു അന്നഹു സയുവരിസുഹു. ഇമാം ബുഖാരി മുസ്ലിം, റവാഹുൽ ബുഖാരി വ മുസ്ലിം. ഇമാം ബുഖാരി മുസ്ലിം റളിയല്ലാഹു അൻഹുമാ, 2 മഹത്തുക്കൾ മുത്തഫഖുൻ അലൈഹിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദി ജാറാ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നേരത്തെ ഞങ്ങളുടെ മുന്നിൽ വായിച്ചു, മൻ കാന യുമിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുഹ്സിൻ ഇലാ ജാരിഹി. എന്നിട്ട് ഇപ്പുറത്ത് അതേ ബുഖാരി പറയാ, ലാ യുദി ജാറാ, അയൽവാസിയെ ബുദ്ധിമുട്ടിക്കരുത് കേട്ടോ. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള ഒരു ജീവിതം മുസ്ലിമാണെന്ന് പറഞ്ഞ മഹിമ വെച്ച് നടന്നിട്ട് കാര്യമില്ല. ഇത്രയും പറയുമ്പോ ചിലപ്പോ എന്റെ ഉമ്മമാർക്ക് തോന്നും, ചിലപ്പോൾ എന്റെ പ്രായമുള്ള പിതാക്കൾക്ക്, എന്റെ മുന്നിലിരിക്കുന്ന പിതാക്കൾക്ക് തോന്നും, അയൽവാസി എന്ന് ഈ ഉസ്താദ് ഇങ്ങനെ ആവർത്തിച്ച് പറയുമ്പോ എത്ര വീട്ടുകാരാണ് അയൽവാസികൾ? ഞാനിത് പറയുമ്പോ ചിലപ്പോ നിങ്ങളുടെ മനസ്സിൽ ഒരു വീട്, ഇപ്പുറത്തൊരു വീട്, 4 വീട്, എന്നാ അങ്ങനെയാണ് സാധാരണ എന്റെ അയൽപ്പക്കക്കാരാണ് എന്ന് പറയും. എന്നാൽ കേട്ടോളൂ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അനിൽ ഹസൻ റളിയല്ലാഹു അൻഹു അന്നഹു സുഇല അനിൽ ജാർ, ആരാണ് അയൽവാസി എന്ന് ചോദിച്ചപ്പോ അവിടുന്ന് വിവരിക്കുകയാണ്, കാരുണ്യത്തിന്റെ നേതാവ് വിവരിക്കുന്നു, 40 ദാറൻ അമാമഹു و40 دارا خلفه و40 دارا عن يمينه و40 دارا عن يساره 40 دارا أمامه. മുസ്ലിമീങ്ങളെ 1 2 വീടുകളല്ല, ഞാൻ ഇത്രയും പറഞ്ഞ
ആദരവ് കൊടുക്കേണ്ടുന്ന അയൽവാസികൾ ആരാ? ബഹുമാനിക്കണമെന്നും അയൽപ്പക്കക്കാരെ സ്നേഹിക്കണമെന്നും അയൽവാസികൾക്ക് വേണ്ടി വെള്ളം കൂടുതൽ ഉണ്ടാക്കി കൊടുക്കണമെന്നും അയൽവാസികൾക്ക് വേണ്ടി കൂടുതൽ അരിയിടണമെന്നും പഠിപ്പിച്ചു പോയ ദീനിന്റെ മക്കൾ, ഇസ്ലാമിന്റെ നേതാക്കൾ ദീനിന്റെ നേതൃത്വം പറയുമ്പോ എന്റെ വാഴ് കേൾക്കുന്ന ഉമ്മമാരെ, പൊന്നുപിതാക്കളെ, ആരാണ് അയൽവാസികള്? തൊട്ടടുത്ത വീട്ടുകാരോട് മാത്രം കാണിച്ചാൽ മതിയോ? അല്ലാഹുവിന്റെ ഹബീബ് പറയുന്നു, ഓ മുസ്ലിമീങ്ങളെ, ഈ കാണുന്നത് അയൽവാസികള്, അവരുടെ ബഹുമാനം, അവരുടെ സ്നേഹമുണ്ടെങ്കിലേ മൂമിനാകൂ. വല്ലാഹി ലാ യുഅ്മിനു, അല്ലാഹുവാണ് സത്യം, അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവൻ മുഅ്മിനാവുകയില്ല എന്ന് റസൂലുള്ള 3 വട്ടം ആവർത്തിച്ചു പറഞ്ഞത് നാം ഇങ്ങനെ ആവർത്തിച്ചു പറഞ്ഞില്ലേ? ആ അയൽവാസി ആരാ? നമ്മൾ നല്ലവരാവണോ? നമ്മുടെ അയൽവാസികൾ നമ്മെക്കുറിച്ച് മദ്ഹ് പറയണ്ടേ? നമ്മുടെ അയൽവാസികൾ നമ്മെക്കുറിച്ച് മഹിമ പറയണം, നമ്മെക്കുറിച്ച് മദ്ഹ് പറയണം, നമ്മെക്കുറിച്ച് ദമ്മ് പറയരുത്. ആ അയൽവാസികൾ എത്ര പേരാണ്? 1 2 വീട്ടുകാരല്ല, 3 4 വീട്ടുകാരല്ല. അവിടുന്ന് പറയുന്നു, 40 ദാറൻ അമാമാ, നമ്മുടെ വീടിന്റെ മുൻഭാഗത്ത് നിന്ന് 40 വീട്. നമ്മുടെ വീടിന്റെ മുൻവശത്തുള്ള വാതിലങ്ങ് തുറന്നു വെച്ച് ആ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ കാണുന്ന 40 വീട്, 40 വീട്ടുകാരും അയൽവാസികളാണ്. 40 വീട്ടുകാരെയും ബുദ്ധിമുട്ടിക്കരുത്. 40 ദാറൻ ഖൽഫാ, ആ മനുഷ്യന്റെ പിൻഭാഗത്തുള്ള വീടിന്റെ പിൻഭാഗത്ത് നോക്കിയാൽ 40 വീട്. 40 ദാറൻ അൻ യമീരിഹി, വലതുഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന 40 വീട്. 40 ദാറൻ അൻ യസാരിഹി, ഇടതുഭാഗത്ത് നോക്കുമ്പോൾ കാണുന്ന 40 വീട്. ഈ നിലക്ക് മുൻഭാഗത്തുള്ള 40 വീടുകൾ, പിൻഭാഗത്തുള്ള 40 വീടുകൾ, വലതുഭാഗത്തുള്ള 40 വീട്, ഇടതുഭാഗത്തുള്ള 40 വീടുകൾ, ഇങ്ങനെ ഈ 4 ഭാഗത്തുമുള്ള 40 വീടുകൾ വീതമാണ് അയൽവാസികളുടെ വീടുകൾ. ആ 40 വീടുകളിൽ ഒരു വീട്ടുകാരെ പോലും ഉപദ്രവിക്കരുത്, ഒരു വീട്ടുകാരെയും വെറുക്കരുത്. എല്ലാ അയൽവാസികളോടും സ്നേഹം കാണിക്കണം, ബഹുമാനം കാണിക്കണം, ആദരവ് കാണിക്കണമെന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, വിവരിക്കുന്നുവെങ്കിൽ സുബ്ഹാനല്ലാഹ്. ഞാനിപ്പോ പറഞ്ഞ അയൽവാസി എന്ന് പറഞ്ഞില്ലേ, അത് 10 20 വീടൊന്നല്ല, 40 40 80 80 80 160 വീടുകൾ. ചുരുങ്ങിയത് നമ്മുടെ വീടിന്റെ പരിസരത്തുള്ള 160 വീടുകൾ അത് നമ്മുടെ അയൽവാസികളാണ്. നമ്മുടെ അയൽപ്പക്കത്തുള്ള 160 വീടുകൾ നമ്മുടെ അയൽവാസികളാണ്. ഈ 160 വീട്ടുകാരെയും ആക്രമിക്കാനോ വെറുപ്പിക്കാനോ പോകരുത്. ആരെയും ആക്രമിക്കാൻ പോകരുത്, ആരെയും ഉപദ്രവിക്കാൻ പോകരുത് എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മയൊക്കെ പഠിപ്പിക്കുന്നത്. എന്താണ് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? ഞാനടക്കമുള്ള നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ ഖബർ പ്രകാശിക്കാനാണ്, നമ്മുടെ മണ്ണറയിൽ പ്രകാശിച്ചു കിടക്കാനാണ്, ആരുമില്ലാത്ത കൊച്ചു വീട്ടിൽ സുഖമായി കിടക്കാനാണ്. അയൽവാസികളെ ബുദ്ധിമുട്ടിച്ചവന്റെ ഖബർ തീകുണ്ടാരമായിരിക്കുമെന്ന് പണ്ഡിത മഹത്തുക്കൾ വിവരിക്കുന്നുണ്ട്. അയൽപ്പക്കക്കാരെ ബുദ്ധിമുട്ടിച്ചവന്റെ ഖബർ നരകമായിരിക്കുമത്രേ. അല്ലാഹു നമ്മയൊക്കെ കാക്കുമാറാവട്ടെ, പടച്ച റബ്ബ് നമ്മയൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, 40 വീടുകൾ വീതമുള്ള 160 വീടുകളാണ് നമ്മുടെ അയൽപ്പക്കത്തെ വീട്ടുകാർ. എല്ലാവരോടും കരുണ കാണിക്കുക, എല്ലാവരോടും സ്നേഹം കാണിക്കുക. ഉമ്മമാർക്ക് മനസ്സിലാകുന്നുണ്ടോ? എന്റെ ഉമ്മമാർക്ക് ഉറക്കു വരുന്നുണ്ടോ? ഉമ്മമാരൊക്കെ ശ്രദ്ധിച്ചോളി. പ്രിയപ്പെട്ട പിതാക്കളെ, ഒരു വല്ലാത്ത വിഷയമാണ് ഞാനിപ്പോ പറഞ്ഞത്. നല്ലതുപോലെ നമ്മളൊക്കെ ശ്രദ്ധിക്കുക. അടുത്ത പരിഗണന ആർക്കാ കൊടുക്കേണ്ടത്? ഏറ്റവും അടുത്ത പരിഗണന. ചിലപ്പോ നമ്മുടെ വീട്ടിൽ ഇറച്ചി കൊണ്ടുവന്നു, 2 കിലോ ഇറച്ചിയെ കിട്ടിയിട്ടുള്ളൂ. ഈ 160 വീട്ടുകാർക്കും കൊടുക്കാനുണ്ടോ? ഇല്ല. നമ്മുടെ മകൻ ഗൾഫിൽ നിന്ന് വന്നു, അല്പം മിഠായി കൊണ്ടുവന്നു, 160 വീട്ടിലെ കുട്ടികൾക്കും കൊടുക്കാനില്ല. കുറച്ച് സർട്ടിഫീസ് കൊണ്ടുവന്നു, ഒരു 5-8 സർട്ടിഫീസ് ഉണ്ട്, എല്ലാ വീട്ടുകാർക്കും കൊടുക്കാനില്ല. എന്നാൽ പിന്നെ ആരെയാ പരിഗണിക്കേണ്ടത്? قال النبي صلى الله عليه وسلم لعائشة رضي الله عنها لما قالت له إن لي جارين فإلى أيهما أهدي. നബിയേ, എനിക്ക് 2 അയൽവാസിയുണ്ട്, എനിക്ക് 2 അയൽവാസിയുണ്ട്, 2 പേർക്കും കൊടുക്കാൻ വേണ്ടി കയ്യിലില്ല. ഫഇലാ അയ്യിഹിമാ ഉഹ്ദി,
ആ രണ്ടുപേരിൽ നിന്ന് ആർക്കാണ് ഞാൻ ഈ ഹദിയ കൊടുക്കേണ്ടത്, ആർക്കാണ് ഞാൻ ഹദിയ നൽകേണ്ടത്? ഖാല ഇലാ അഖ്റബിഹിമാ മിൻകി ബാബാ റവാഹുൽ ബുഖാരി വ ഇലാ അഖ്റബിഹിമാ മിൻകി ബാബാ. ആയിഷ, വീടിനോടടുത്ത് നിൽക്കുന്ന വീട് ഏതാണ്? നിന്റെ വീടിന്റെ വാതിലിനോട്, ബാബിനോട്, വാതിലിനോട് അടുത്ത് നിൽക്കുന്ന വീട്ടുകാർക്ക് കൊടുത്തോ ആയിഷ. 160 വീടുകൾ അയൽപ്പക്കക്കാരാണ് എങ്കിൽ ഏറ്റവും മുൻഗണന കൊടുക്കേണ്ടവർ അടുത്തടുത്ത ആളുകൾക്കാണ്. ആ അടുത്ത വ്യക്തി ഒരു അമുസ്ലിമാണെങ്കിലോ, ഇതാ 2 വീടുണ്ട്, ബഈദായ വീട്, വിദൂരത്തൊരു വീടുണ്ട്, ആ വീട്ടുകാരൻ മുസ്ലിമാണ്. അയൽപ്പക്കത്ത് അടുത്ത വീടുണ്ട്, ആ മനുഷ്യനൊരു അമുസ്ലിമാണ്. ഓ മുസ്ലിമീങ്ങളെ, ആ മുസ്ലിം ആണെങ്കിലും അടുത്ത വീട്ടുകാർക്ക് കൊടുക്കണേ. ഇത് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം. എന്തൊരു സുന്ദര മതം, എന്തൊരു സൗഹാർദ്ദത്തിന്റെ മതം, എന്തൊരു സന്തോഷത്തിന്റെ മതം. അടുത്ത വീട്ടുകാരൻ ഒരു അമുസ്ലിമാണെങ്കിലും ശരി, അങ്ങോട്ട് കൊടുക്കുക. അവിടുന്ന് പറയുന്നു, മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പഠിപ്പിക്കുന്ന കാണാം, അൽ അഖ്റബു യറാ മാ യദ്ഖുലു ബൈത ജാരിഹി. ആരാണ്, ഏതാണ് അഖ്റബ്? ഏറ്റവും അടുത്തത്. യുറാ മാ യദ്ഖുലു ബൈത ജാരിഹി, തൊട്ട വീട്ടുകാർ. ആ നമ്മുടെ വീടിന്റെ അയൽപ്പക്കത്തുള്ള വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ പ്രവേശിക്കുന്നത് ആര്? നമ്മുടെ ഉപ്പയോ ഭർത്താവോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരോ സഹോദരിമാരെ വീട്ടിലേക്ക് വല്ല പഴവർഗ്ഗങ്ങൾ കൊണ്ടുവന്നു. എന്നാൽ ആ കൊണ്ടുവരുന്നത് ഏത് വീട്ടുകാരാണ് കാണുന്നത്? നമ്മുടെ വീട്ടിലേക്ക് ഇറച്ചു കൊണ്ടുവരുന്നു, നമ്മുടെ വീട്ടിലേക്ക് പഴവർഗ്ഗങ്ങൾ കൊണ്ടുവരുന്നു. ആ കൊണ്ടുവരുന്നത് നമ്മുടെ ഈ അയൽപ്പക്കത്തെ വീടുകളിൽ നിന്ന് ഏത് വീട്ടുകാരാണ് ഏറ്റവും കൂടുതൽ കാണാൻ സാധ്യതയുള്ളത്? അവർക്ക് കൊടുക്കുക. അതാണ് അഖ്റബ്. ഫയതശവ്വഖു ലഹാ, അവർ ചിലപ്പോൾ ആശിച്ചേക്കാം, അവർക്ക് കൊടുക്കണം. ബിഖിലാഫിൽ അബ്അദി, വിട്ട വീട്ടുകാര് അയൽപ്പക്കക്കാർക്ക് ചിലപ്പോൾ അത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് ആ കാര്യം നിങ്ങൾ ചെയ്യണം. ബഹുമാനപ്പെട്ട മുജാഹിദ് റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, സുബ്ഹാന കുന്തു ഇൻദ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലായിരുന്നു ഞാൻ. വഗുലാമുഹു യസ്ലഹു ഷാത, അവിടുന്ന് ഒരു ആടിനെ അറുക്കുന്നുണ്ട്. ഫഖാല യാ ഗുലാം ഇദാ ഫറഗത ഫബ്ദ ബിജാരിൻ യഹൂദി. എങ്ങനെയുണ്ട്? അവിടുന്ന് പറയാ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അരികിലായിരുന്നു ഞാൻ. അവിടുത്തെ മകൻ അവിടെ ആടിനെ അറുക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അവിടുന്ന് പറഞ്ഞു, യാ ഗുലാം, മോനെ, ഇദാ ഫറഗത ഫബ്ദ ബിജാരിൻ യഹൂദിയിൻ, നിങ്ങളെങ്ങാനും ഇത് അറുത്ത് കഴിഞ്ഞ് മുറിച്ചു കഴിഞ്ഞാല് നമ്മുടെ യഹൂദിയായ അയൽവാസി ഉണ്ടല്ലോ, അവർക്ക് കൊടുക്കണം ആദ്യം. വഖാല റജുലുൻ മിനൽ ഖൗമി, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, അല്ലെങ്കിൽ ആ സഭയിലുള്ള ഒരാൾ പറയുന്നു, അലി യഹൂദിയൻ യബ്ന ഉമറ യാ അബ്ദുല്ലാഹ്. ബാപ്പയാണ് സ്വന്തം മകൻ ആടിനറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, ആടിനറുത്ത് തൊലികിഴിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, മോനെ അറുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അയൽപ്പക്കത്തുള്ള യഹൂദിയുടെ വീട്ടിൽ കൊടുക്കണം കേട്ടോ എന്ന് മുത്തബിഉ സുന്ന എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാനങ്ങ് പറഞ്ഞപ്പോ ഉടൻ കൂട്ടത്തിൽ നിന്നൊരാൾ ചോദിക്കുന്നു, അലി യഹൂദിയൻ യബ്ന ഉമറ, ഓ അബ്ദുല്ലാഹ്, ഒരു ജൂതന് കൊടുക്കണമെന്നാണോ പറയുന്നത്? അസ്ലഹക്കല്ലാഹ്, വല്ലാത്തൊരു കഷ്ടമാണ്, അള്ളാഹു നിങ്ങളെ നന്നാക്കട്ടെ. എന്താണ് നിങ്ങൾ പറയുന്നത്? ഒരു ജൂതന് കൊടുക്കണമെന്നോ? ആ സമയത്ത് ഫഖാല അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി സമിഅതു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ മാ സാല ജിബ്രീലു യൂസീനി ബിൽ ജാർ ഹത്താ ദനന്തു അന്നഹു സയുവരിസുഹു. എന്റെ പുന്നാര മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പ്രിയപ്പെട്ട നേതാവ് പറയുന്നത് ഞാൻ എന്റെ ചെവിട് കൊണ്ട് കേട്ടു.
എന്താ കേട്ടത്? മാസാല ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറയുന്നു, യൂസീനി ബിൽ ജാർ, അയൽവാസിയെ കൊണ്ട് അതാ എന്നോട് വസിയത്ത് ചെയ്യുന്നു. എന്തൊരു പറച്ചിലാണ്, എന്തൊരു മഹത്വമാണ്, എന്തൊരു വിശദീകരണമാണ്, എന്തൊരു വ്യാഖ്യാനമാണ് നൽകുന്നത്. അവസാനം ഞാൻ വിചാരിച്ചു, അയൽവാസിക്ക് അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ, അനന്തരം എടുക്കാൻ മാത്രം അയൽവാസിയാകുമോ എന്ന് വരെ എനിക്ക് തോന്നിപ്പോയി എന്ന് റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടു. മോനെ, അത് മുസ്ലിമാവട്ടെ ജൂതനാവട്ടെ ആരോ ആണെങ്കിലും അവരെ പരിഗണിക്കണം കേട്ടോ. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അവിടുന്ന് വിവരിക്കുന്നുവെങ്കിൽ, അയൽവാസികൾ ആരാണെങ്കിലും ശരി, ഏതൊരു അമുസ്ലിമാണെങ്കിലും ശരി, ആദരവ് കാണിക്കണം, ബഹുമാനം കാണിക്കണം, സ്നേഹം കാണിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി തങ്ങൾ അയൽവാസികളെ കുറിച്ച് 3 തരമായി പഠിപ്പിക്കും. അയൽപക്കത്തുള്ളവരുടെ നാം പറഞ്ഞു 40 വീടുകൾ തമ്മിൽ അയൽവാസികളാണ്. എന്നാൽ ആ അയൽവാസികൾ തന്നെ സ്ഥാനത്തിന്റെ വിഷയത്തിൽ 3 രൂപത്തിലാണ് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതും കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഈ പ്രസംഗം നിർത്താം. 3 തരത്തിലാണ് അയൽവാസികൾ തമ്മിൽ. എങ്ങനെയാണത്? അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ജീറാനു സലാസ. അയൽവാസികൾ 3 തരത്തിലാണ്. ജാറുൻ ലഹു ഹഖ്ഖുൻ, ഒരു അവകാശം, ഒരു ഹഖ്ഖുള്ള അയൽവാസി. ആരാണത്? വഹുവ ജാറുൻ കാഫിർ, കാഫിറായ അയൽവാസിയാണ്. അമുസ്ലിമായിരിക്കുന്ന ഒരു അയൽവാസിക്ക് ഒരു ഹക്കുണ്ട്. നമ്മുടെ അയൽപ്പക്കത്തുള്ളവർ ഒരു കാഫിറായ മനുഷ്യനാണ്, ഒരു അമുസ്ലിമായ മനുഷ്യനാണ്. ആ മനുഷ്യനും ചെയ്തു കൊടുക്കേണ്ടുന്ന ഒരു ഹക്കുണ്ട്. വജാറുൻ ലഹു ഹഖ്ഖാനി, 2 ഹക്കുള്ള അയൽവാസിയുണ്ട്. ആരാണത്? വഹുവ ജാറുൻ മുസ്ലിം, അയൽവാസിയുമാണ്, മുസ്ലിമുമാണ്. അവരോട് 2 കടപ്പാടുണ്ട്. വജാറുൻ ലഹു സലാസത്തു ഹുഖൂഖ്, 3 കടപ്പാടുള്ള അയൽവാസികളുണ്ട്. ആരാണത്? വഹുവ ജാറുൻ ഹഖ്ഖുൻ വഹുവ ജാറുൻ ദൂ റഹിമിൻ, അയൽവാസിയാണ് ജാറുൻ മുസ്ലിമുൻ, മുസ്ലിമുമാണ് അയൽവാസി, മുസ്ലിമ് ദൂ റഹിമിൻ, കുടുംബക്കാരനുമാണ്. അപ്പൊ നമ്മുടെ അയൽപ്പക്കത്തുള്ള വീട് നമ്മുടെ ബന്ധുത്തിൽപ്പെട്ടവരാണ്. ഐ ഖരീബൻ ഔ ബഈദ, അടുത്ത കുടുംബമാവട്ടെ വിട്ട കുടുംബമാവട്ടെ. ഉമ്മമാര് ശ്രദ്ധിച്ചോളി, നമ്മുടെ ഒരു അയൽവാസി ഒരു ചെറിയ ബന്ധമുണ്ട്, കുടുംബ ബന്ധമുണ്ട്, മുസ്ലിമുമാണ്. അപ്പൊ 3 ബന്ധമായി. ഒന്ന് നമ്മുടെ അയൽവാസി, മറ്റൊന്ന് മുസ്ലിം, 3ാമത്തെ കടപ്പാട് നമ്മുടെ കുടുംബം എന്ന നിലക്ക്. 3 തരത്തിൽ അവർ ആദരിക്കണം. റവാഹു തുബ്രാനി, ഇമാം തുബ്രാനി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. അതുകൊണ്ട് തന്നെ ഞാനിവിടെ പറയുന്നതൊക്കെ പറയുമ്പോ ഒരു ഏറ്റവും വലിയ ശത്രുവാണോ? സുബ്ഹാനല്ലാഹ്, മഹാന്മാരായ മുഹദ്ദിഥീങ്ങൾ പഠിപ്പിക്കുന്ന കാണാം. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മുഹദ്ദിഥീങ്ങൾ പഠിപ്പിക്കുന്ന രംഗം കാണാം. വസ്മുൽ ജാരി യശ്മലുൽ മുസ്ലിമ വൽ കാഫിറ വൽ ആബിദ വൽ ഫാസിഖ വസ്സദീഖ വൽ അദുവ വൽ ഗരീബ വൽ ബലദിയ വൽ നാഫിഅ വൽ ളാറ വൽ ഖരീബ് വൽ അജ്നബിയ വൽ അഖറബ വൽ അബ്അദ. കണ്ടോ, എല്ലാം വിവരിക്കുന്നുണ്ട്. ജാർ, അയൽവാസി എന്ന് പറഞ്ഞാൽ, അയൽവാസി എന്ന് പറഞ്ഞാൽ യശ്മലുൽ മുസ്ലിം, മുസ്ലിം പെടുന്നതാണ്. അയൽപ്പക്കത്തുള്ളത് എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾ പെടും. മാത്രമല്ല വൽ കാഫിർ, അമുസ്ലിമീങ്ങൾ പെടും. വൽ ആബിദ്, ആബിദീങ്ങൾ പെടും. ഫാസിഖ് പെടും. അതുപോലെ കൂട്ടുകാർ പെടും, ശത്രുക്കൾ പെടും. വരീബ് പെടും, നാട്ടുകാർ, വിദേശികൾ, ഉപകാരം ചെയ്യുന്നവർ, ഉപദ്രവം ചെയ്യുന്നവർ എന്ന് വേണ്ട അന്യ ആളുകൾ, അടുത്ത ആളുകൾ, വിട്ട ആളുകൾ എല്ലാവരും പെടും. കണ്ടോ എന്റെ പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ, അയൽവാസികൾ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട വിശാലമായ ഭാഗമാണ്. മുസ്ലിമീങ്ങൾ മാത്രമല്ല, ഹൈന്ദവര്, ക്രൈസ്തവര്, ബുദ്ധമതക്കാര്, ജൈനമതക്കാര്, എല്ലാ മതക്കാരും പെടും. അതുപോലെ തന്നെ ശത്രുക്കളും, ഉപകാരം ചെയ്യുന്നവരും, ഉപദ്രവം ചെയ്യുന്നവരും, അടുത്ത ബന്ധക്കാരും, അജ്നബിയാക്കളും, അഖറബീങ്ങളും, അബ്അദീങ്ങളും എല്ലാവരും പെടും. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, വൽ മുബ്തദിആന്ന് മഹാന്മാര് പറഞ്ഞില്ല. ഇത്രമാത്രം വിശാലമായി പറഞ്ഞ കൂട്ടത്തിൽ വൽ അദുവ, ഏറ്റവും വലിയ ശത്രുവെന്ന് പറയുന്ന ഒരു മതത്തിൽപ്പെട്ട ഒരു വിഭാഗം നമ്മുടെ കഠിന ശത്രുക്കളാണെന്ന് വാദിക്കുന്നുവെങ്കിൽ അവർ പോലും നമ്മുടെ അയൽവാസികളാണോ? അവരാദരിക്കണം, അവരെ ബഹുമാനിക്കണം. ഇത് പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് പണ്ഡിത മഹത്തുക്കൾ ഒരു മുബ്തദിഅനെ എണ്ണുന്നില്ല. അയൽവാസി മുബ്തദിഅാണോ? പിടഞ്ഞുകൊണ്ടിരിക്കുന്നുവെങ്കിലും മുസ്ലിമീങ്ങളെ തുള്ളി വെള്ളം കൊടുക്കരുത്.
അയൽപക്കത്തുള്ളവൻ ഒരു ബിദ്അത്തുകാരനാണ് എങ്കിൽ അസ്ഹാബുൽ ബിദ്അഇ കിലാബുന്നാർ, ബിദ്അത്തുകാരൻ നരകത്തിലെ പട്ടിയാണ്. അസ്ഹാബുൽ ബിദ്അഇ മത്റൂദത്തുൻ അൻ ഹൗദി, ബിദ്അത്തുകാരന് എന്റെ കൈകൊണ്ട് വെള്ളമില്ല, ബിദ്അത്തുകാരന് എന്റെ കൈകൊണ്ട് ഞാനൊരു തുള്ളി വെള്ളം കൊടുക്കുകയില്ല എന്ന് പഠിപ്പിച്ച മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എങ്കിൽ ബിദ്അത്ത് എന്ന ഭീകരത, ബിദ്അത്ത് എന്ന ഭീകരത, ഈ വിഷയത്തിൽ 2 മണിക്കൂർ ഞാൻ തന്നെ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. നിങ്ങളൊക്കെ ആ CD ഒന്ന് കേൾക്കുന്ന നല്ലതാണ്. വീട്ടിൽ നമ്മുടെ മക്കളൊക്കെ ഒന്ന് കേൾപ്പിക്കണം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും കേൾപ്പിക്കുന്ന നല്ലതാണ്. ബിദ്അത്ത് എന്ന ഭീകരത ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പൊ നമ്മുടെ അയൽവാസി ഒരു മുബത്തദി ആണോ? റസൂലുള്ള സാധാരണ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ബിദ്അത്തുകാരൻ, നബിത്തങ്ങളുടെ ഉമ്മയും ബാപ്പയും നരകത്തിലാണെന്ന് പറയുന്ന, റസൂലുള്ളാഹിന്റെ പച്ചക്കുബ്ബ തച്ച് തരിപ്രമാക്കണമെന്ന് പറയുന്ന, അഷ്റഫുൽ ഖൽഖ് തങ്ങളെ മദീനത്തെ പള്ളിക്ക് പുറത്താക്കി പള്ളി വൃത്തിയാക്കണമെന്ന് പറയുന്ന, റസൂലുള്ളാഹിന്റെ ജാറം കള്ളജാറമാണെന്ന് പറയുന്ന, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ മുബത്തദി ആണെന്ന് പറയുന്ന, ബിദ്അത്ത് ദലാലത്തിന്റെ പിടച്ചവനാണെന്ന് പറയുന്ന ആ ബിദ്അത്തുകാരൻ അവനൊരു തുള്ളി വെള്ളം കുടിക്കരുത്. പിടഞ്ഞ് അവനങ്ങ് ജീവൻ പോവട്ടെ, എന്നാലും കൊടുത്തു പോകരുത് എന്നാണ് പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നത്. ആ ബിദ്അത്തുകാരനല്ലാത്ത ഏത് മതവിശ്വാസിയാണെങ്കിലും അവരോട് ആദരവ് കാണിക്കണം. ബിദ്അത്തുകാരൻ ഇസ്ലാമിന്റെ കഠിന ശത്രുവാൻ, അവനെ അകറ്റി നിർത്തുക, അവനൊരു തുള്ളി വെള്ളം കൊടുക്കാൻ നിൽക്കണ്ട എന്ന് പരിശുദ്ധ ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ ഈ പ്രസംഗം നടത്തുന്നു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുൽ അസ്ഹാബ് ഖൈറുൽ ജീറാനി ഇൻദല്ലാഹ് ഖൈറുഹും ബിജാരിഹി. ഏതാണ് ഏറ്റവും നല്ല അയൽവാസി? അയൽവാസികളോട് ഖൈറുഹും ബിജിറാനിഹി, അയൽവാസികൾക്ക് ഖൈർ ചെയ്യുന്നവരാണ്. ഞാൻ ഏറ്റവും നല്ലവരാണെന്ന് പറയണോ? അയൽവാസികളോട് ചോദിച്ചാൽ മതി. ജ്യേഷ്ഠാനുജന്മാരെ, എന്റെ വാഴ് കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, ഉമ്മമാരെ, ഏറ്റവും നല്ലവനെന്ന് ആരാ? അത് അയൽവാസികളോട് ചോദിച്ചോളൂ. നമ്മുടെ അയൽവാസികൾ നമ്മെക്കുറിച്ച് നല്ലവനാണെന്ന് പറഞ്ഞാൽ നാം നല്ലവനാണ്. അയൽവാസികൾ അവൻ മോശമാണെന്ന് പറഞ്ഞാൽ അവൻ മോശമാണ്. അതുകൊണ്ടാണ് കല്യാണ സമയത്ത് ഒരിക്കലും തന്നെ അയൽവാസികളെ കുറിച്ച് ഗീബത്ത് പറയരുത്. ഒരു നിക്കാഹ് ഖിത്ബത്ത് അന്വേഷണമായി വരുന്നവരോട് പറഞ്ഞു കൊടുക്കാം, അയൽവാസികൾക്ക് പറയാമെന്ന്. എന്റെ വീട്ടിലുള്ള ഒരു പെണ്ണിനെ അന്വേഷിച്ചുകൊണ്ട് ആരാ വരുന്നത്? ആ പെണ്ണിനെ കുറിച്ച്, വീട്ടുകാരെ കുറിച്ച്, എന്റെ വീടിനെ കുറിച്ച് എന്റെ അയൽവാസികൾക്ക് വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാം. ഇത് റസൂലുള്ളാഹി പഠിപ്പിക്കുന്നു, ഇസ്ലാം പഠിപ്പിക്കുന്നു. കാരണം എന്താ? അയൽവാസികൾ നല്ലതാണോ മോശമാണോ എന്ന്, ഞാൻ നല്ലവനാണോ അല്ലേ എന്ന് തീരുമാനിക്കുന്ന അയൽവാസികളാണ്. യജമാനനായ റബ്ബിന്റെ കോടതിയിൽ ആ ഭാഗമാണ് തീരുമാനിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുവെങ്കിൽ ഞാൻ എന്റെ വഅദ് നിർത്തട്ടെ. മകം മിൻ ജാർ മുതഅല്ലിഖും ബിജാരിഹി യൗമൽ ഖിയാമത്തി യഖൂലു ഹാദാ അഗ്ലഖ ബാബഹു, ഹാദാ അഗ്ലഖ ബാബഹു. ഒരു മനുഷ്യനതാ ആബിദാണ്, ധാരാളം നിസ്കരിച്ചവനാണ്, ധാരാളം നോമ്പ് പിടിച്ചവനാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് പോകുമ്പോ മലായിക്കത്ത് തടഞ്ഞു വെക്കുന്നു. എത്ര അയൽവാസികളാണ് മുതഅല്ലിഖും ബിജാരിഹി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അയൽപ്പക്കക്കാരോട് ബന്ധിക്കുന്നു. അയൽവാസികൾ അവരുടെ സംസാരം ഗുണമാണോ ദോഷമാണോ? ഗുണമാണ് എങ്കിൽ സ്വർഗത്തിലേക്ക് പോകുന്നു, ദോഷമാണ് എങ്കിൽ അവിടെ തടയപ്പെടുന്നു. യഖൂൽ, അയൽവാസി പറയുന്നു, യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ, ഹാദാ അഗ്ലഖ ബാബഹു. പടച്ചവരെ, ഞാൻ അവന്റെ വീടിന്റെ അരികിൽ ചെന്നപ്പോ വാതിലടച്ചവനാണ്. ഞാൻ അവന്റെ അരികിൽ ചെന്നപ്പോ ഉടൻ ദേഷ്യം കൊണ്ട് വാതിലങ്ങടച്ചു. എന്റെ മുഖത്ത് തുപ്പിയവനാണ്, കാർക്കിച്ചു തുപ്പിയവനാണ്. എന്നെ കണ്ടപ്പോ മക്കളുടെ മുന്നിൽ കാർക്കിച്ചു തുപ്പിക്കൊണ്ട് ദേഷ്യം പിടിച്ചവനാണ് എന്നെങ്ങാനും നമ്മെക്കുറിച്ച് ഒരു അയൽവാസി പറഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കിടക്കുകയില്ല. ഖാല റസൂലുള്ളാഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുന്നുവെങ്കിൽ എന്റെ സഹോദരങ്ങളെ, ഗൗരവമുള്ള ഒരു വിഷയം. സ്വർഗത്തിലേക്ക് കിടക്കണോ? നമുക്ക് വെറുതെ അങ്ങ് പോകാൻ പറ്റില്ല.
സ്വർഗത്തിലേക്ക് വെറുതെ അങ്ങ് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുന്നു, സമയം കഴിഞ്ഞു. എന്നോട് പറയാൻ പറഞ്ഞ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഞാൻ നിങ്ങളുടെ ക്ഷമ പരിശോധിക്കുന്നില്ല. ഒരു 25 കാര്യങ്ങള് അയൽവാസിയെ കുറിച്ച് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവം കാണാം. വിധിയുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു പ്രഭാഷണത്തിൽ പറയാം. 25ഓളം വരുന്ന കാര്യങ്ങൾ. അയൽവാസി ആരാണ്, അയൽവാസിക്ക് ചെയ്യേണ്ടുന്ന അദബുകൾ, അയൽവാസികളോട് കാണിക്കേണ്ടുന്ന അദബുകൾ, ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ഘട്ടത്തിൽ ഞാൻ പറയാമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഈ പ്രസംഗം നിർത്തുന്നു. പറഞ്ഞ ഈ കാര്യങ്ങള് എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, കോടിക്കണക്കായ ആളുകൾ തടിച്ചുകൂടി നിൽക്കുന്ന റബ്ബിന്റെ കോടതിയിൽ അല്ലാഹുവിന്റെ കഠിനമായ ആ വലിയ അദാബങ്ങ് കാണുമ്പോൾ നബിയെ, അവിടുത്തെ ഉമ്മത്ത് കുടിയന്മാരെ പോലെ അങ്ങ് കാണും നബിയേ. നേരെ മറിച്ച് വമാഹും ബിസുക്കാറ, അവര് കള്ളു കുടിച്ചത് കൊണ്ടല്ല, അല്ലെങ്കിൽ മസ്താക്കി കളയുന്ന മറ്റു വസ്തുക്കൾ കടിച്ചത് കൊണ്ടല്ല, നേരെ മറിച്ച് വലാകിന്ന അദാബല്ലാഹി ശദീദ്, കഠിനമായ അദാബ് കാണുമ്പോ അവരാകെ കുടിയന്മാരെ പോലെ ആയിത്തീരും നബിയേ. അല്ലാഹു കാരുണ്യത്തിന്റെ നേതാവിനോട് പറയുന്നുവെങ്കിൽ എന്റെ ജ്യേഷ്ഠാനുജന്മാരെ, മുഴുവൻ ആളുകളും വേദനിച്ച് കണ്ണീരൊടുക്കിക്കൊണ്ടിരിക്കുമ്പോ ആ സമയത്താണ് ഈ മനുഷ്യരെ നരകത്തിലേക്ക് വലിച്ചെറിയണം. സ്വർഗത്തിൽ പോകേണ്ടവരാണ്, നല്ല ആബിദാണ്, ഹജ്ജ് ചെയ്തവരാണ്, ഉമ്മയാണ്, ഹജ്ജുമ്മയാണ്. ഉമ്മമാരെ, നിസ്കാരത്തെ അമ്പുവെച്ച ഉമ്മയാണ്, കഅബത്തിന്റെ കല്ല് പിടിച്ച ഉമ്മയാണ്. പക്ഷേ സ്വർഗത്തിലേക്ക് പ്രവേശനമില്ല. കാരണം എന്താണ്? അയൽവാസികൾ തടഞ്ഞു വെച്ചിരിക്കുന്നു, അയൽപ്പക്കത്തുള്ളവരെ തടഞ്ഞു വെച്ചിരിക്കുന്നു. അയൽവാസികൾ തടഞ്ഞു വെച്ചാൽ ഈ മനുഷ്യന് സ്വർഗത്തിലങ്ങ് കിടക്കാൻ പറ്റില്ല. യഖ്റുജു മിനന്നാർ ബഅദ അൽഫി ആമിൻ റജുലുൻ വലൈതരി കുന്തു ദാലിക റജുലാ. 1000 കൊല്ലത്തിന് ശേഷം അതാ നരകത്തിൽ 1000 കൊല്ലം നരകത്തിലിട്ട് അതിനുശേഷം ചില ആളുകളെ പടച്ച റബ്ബ് മോചിപ്പിക്കുന്നു. 1000 കൊല്ലത്തിന് ശേഷം നരകത്തിൽ നിന്ന് മോചിപ്പിക്കുകയാണ്. ആ സമയത്ത് നരകത്തിൽ കിടക്കുന്ന ആളുകൾ വലൈതരി കുന്തു ദാലിക റജുലാ, പടച്ചവരെ, ആ മനുഷ്യൻ ചെയ്തൊരു നന്മയെങ്കിലും ഞാൻ ചെയ്തിരുന്നുവെങ്കിൽ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നരകക്കാരായ ചില ആളുകൾ പറയുമ്പോ, എന്റെ നാട്ടുകാരെ, വഅദ് കേൾക്കുന്ന മുഅ്മിനേ, ഈമാനുള്ള ഉമ്മമാരെ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ആരെയും വെറുപ്പിക്കാൻ പറഞ്ഞതല്ല. ഈ വിഷയം പറഞ്ഞപ്പോ പല ആളുകൾക്കും അങ്ങുമിങ്ങും വെറുപ്പ് വന്നേക്കാം. സ്വാഭാവികമാണ്. പരസ്പരം പിണങ്ങി നടക്കുന്നവരുണ്ട്, പരസ്പരം അയൽവാസികളെ ചീത്ത പറഞ്ഞവരുണ്ടായേക്കാം. സ്വാഭാവികമായും ഒരു വെറുപ്പ് വരുമോ? ഉമ്മ, സാധുക്കളാണ് ഞങ്ങള്, ഉസ്താദുമാര് വഅദ് പറയുന്നു, നിങ്ങൾ പറയുന്നത് ഒരിക്കലും ഉമ്മമാരോട് വെറുപ്പുണ്ടായിട്ടല്ല, പിതാക്കളെ നിങ്ങളോട് വെറുപ്പുണ്ടായിട്ടല്ല. മാതാപിതാക്കൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുക. നിങ്ങൾ ഞങ്ങളെ നിങ്ങളുടെ മക്കളെ പോലെ കാണുക. ഒരാളോടും ഞങ്ങൾക്കൊരു വെറുപ്പില്ലല്ലോ. അതുകൊണ്ട് ഈ നാട്ടിലുള്ള വഅദ് കേൾക്കാൻ വന്ന നല്ലവരായ മുസ്ലിമീങ്ങളെ, ഒരു അയൽവാസിയോടും വെറുപ്പ് കാണിക്കണ്ട, ഒരാളോടും പിണക്കം വേണ്ട. എന്തെങ്കിലും ഉണ്ട് എങ്കിൽ നാളത്തെ ദിവസം ചെന്നിട്ട് പൊരുത്തപ്പെടിക്കുക വേണ്ട. ഇന്ന് വഅദ് കഴിഞ്ഞ് പോകുമ്പോ ഒന്ന് കൈ കൊടുത്തുകൊണ്ട് പൊരുത്തപ്പെടിക്കണേ. ഉമ്മ, അയൽപ്പക്കത്തെ ആ ഉമ്മാക്കൊന്ന് കൈ കൊടുക്കണം. മോളെ, അയൽപ്പക്കത്തെ പെൺകുട്ടിക്കൊന്ന് കൈ കൊടുക്കണം. ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, പരസ്പരം അങ്ങുമിങ്ങും പൊരുത്തപ്പെടിച്ചുകൊണ്ട് ഒരു നല്ല ഇൽഫത്തുള്ള ജീവിതം കാഴ്ചവെക്കണമെന്ന് ഓർമ്മപ്പെടുത്തി അർഹമുർറാഹിമായ റബ്ബ് സ്വാലിഹീങ്ങളിൽ, സജ്ജനങ്ങളിൽ നമ്മെ പെടുത്തി തെരുമാറാവട്ടെ. അർഹമുർറാഹിമായ റബ്ബ് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് നമ്മയൊക്കെ കാക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. പല ഭാഗത്ത് വഅദിന് പോകുമ്പോഴും ഞാനിവിടെ ദ്വാരന്ന് പെട്ടെന്ന് പോകുന്ന സംഭാവനകളോ മറ്റൊന്നുമില്ല, പെട്ടെന്ന് ദ്വാരന്ന് പോവുകയാണ്. ഇവിടെ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പല ആളുകളും പല ഭാഗത്ത് വഅദിന് പോകുമ്പോഴും കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർ, പെങ്ങളുടെ കാര്യത്തിൽ, ഉമ്മായിയുടെ കാര്യത്തിൽ അങ്ങനെ വീടില്ലാതെ വിഷമിച്ച്, കടം കൊണ്ട് വിഷമിച്ച്, അങ്ങനെ പറഞ്ഞ് 100 കൂട്ടം വേവലാദികൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് മോമിനികളുണ്ട്. ആരൊക്കെയാണ് ഏൽപ്പിച്ചത്? കുറെ ഓർമ്മയുള്ളവരുണ്ട്, കുറെ ഓർമ്മയില്ലാത്തവരുണ്ട്. അവരൊക്കെ ഇതുപോലെയുള്ള നിങ്ങളെപ്പോലെയുള്ള സദസ്സ് കണ്ട് നിങ്ങളോട് ദുആ ചെയ്യിപ്പിക്കാനാണ്
അവരൊക്കെ ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലാഹു ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുടെ ബുദ്ധിമുട്ടുകളെ റബ്ബ് തീർത്തു കൊടുക്കട്ടെ. അപകടങ്ങളിൽ നിന്ന്, ആഫത്തുകളിൽ നിന്ന്, കടങ്ങളിൽ നിന്ന് അല്ലാഹു അവരൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ ജഅൽനാ മിനൽ മുത്തഖീനൽ ഫായിസീൻ. اللهم اجعلنا من عبادك الصالحين. اللهم ارزقنا علما نافعا وعملا متقبلا وحلما وفهما وعقلا وأدبا كاملا. اللهم أعطنا حظا وافرا في التعلم والتعليم. يا محول الأحوال حول حالنا إلى أحسن الحال بحولك وقوتك يا عزيز أرحم الراحمين يا رب. സാധുക്കളായ പാവങ്ങളായ ഞങ്ങൾ പടച്ചവരെ സാധുക്കൾ നിന്നോട് കൈനീട്ടുന്നു. ഈ പാവങ്ങളെ തട്ടല്ല അല്ലാ, ഈ സാധുക്കളെ ഖായിബാക്കല്ല റഹ്മാനെ. നിന്റെ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് ഈ പാവപ്പെട്ട ചണ്ടിച്ചവറുകളായ ഞങ്ങൾ ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് പടച്ചവനെ. ഒരുപാട് അയൽവാസികൾ വെറുപ്പിച്ചവരാണ്. നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. നിന്റെ ദീനിനോട് വെറുപ്പില്ല, റസൂലുള്ളാഹിനോട് വെറുപ്പില്ല, പടച്ചവരെ നിന്നോട് വെറുപ്പില്ല. സാഹചര്യത്തിന് അടിമപ്പെട്ട് പലതും പറഞ്ഞുപോയി അയൽവാസികളെയും മറ്റും നീ ഞങ്ങൾക്ക് പൊറുത്തു തരണേ അല്ലാ. ഞങ്ങളുടെ ഉസ്താദുമാർക്ക് പൊറുത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ജ്യേഷ്ഠാനുജന്മാർ, കൂട്ടുകുടുംബങ്ങൾ, ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾക്ക് പൊറുത്തു കൊടുക്കണേ അല്ലാ. പടച്ചവരെ ഞങ്ങളെ ദീനിന്റെ ഖാദിമീങ്ങൾ പെടുത്തണേ റഹ്മാനെ. ഇഖ്ലാസുള്ള ഖാദിമീങ്ങൾ പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ശിഷ്യഗണങ്ങൾക്ക് നാഫിയായ ഇൽമ ഏറ്റിക്കൊടുക്കണേ റബ്ബേ. അവർക്ക് പഠിക്കാനുള്ള ഹിർസ് നൽകണേ അല്ലാ. അവർക്ക് പഠനത്തോട് നല്ല ഹിർസ് കൊടുക്കണേ റഹ്മാനെ. അതിനുള്ള എല്ലാ തടസ്സങ്ങളും നീ തട്ടി നീക്കണേ റബ്ബേ. പെങ്ങന്മാരുടെയും മറ്റും കാര്യത്തിൽ അവർക്ക് എന്ത് വിഷമമുണ്ടോ നീ അതിനൊരു ഖൈറായ വഴി തുറന്നു കൊടുക്കണേ അല്ലാ. വീടില്ലാതെ വിഷമിച്ച് ഒരു വീടെടുക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന ഞങ്ങളുടെ ഒരുപാട് സഹോദരങ്ങൾ, ബന്ധപ്പെട്ടവർ, ശിഷ്യഗണങ്ങളുണ്ട്. പടച്ചവരെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. എല്ലാവർക്കും ഒരു ഖൈറായ വഴി യജമാനനായ അല്ലാ നീ തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ചവരെ നിന്റെ മഹത്തുക്കളുടെ ബർക്കത്ത് കൊണ്ട് ഗൾഫ് നാടുകളിൽ ഒരുപാട് സഹോദരങ്ങൾ, ഞങ്ങൾക്ക് പാവപ്പെട്ട ദീനിന്റെ ഖാദിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾക്ക് വേണ്ടി കൈനീട്ടുമ്പോ, പാവപ്പെട്ട യതീമക്കൾക്ക് വേണ്ടി, അഗതികൾക്ക് വേണ്ടി കൈനീട്ടുമ്പോ കഴിവിന്റെ പരമാവധി നല്ലവണ്ണം സഹായിച്ച് സഹകരിച്ച് മറ്റുള്ളവരെ കാണിച്ചു തന്ന് സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് റബ്ബേ. അവിടെ ജോലികൾ നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവിടെ ജോലികൾ നീ ബർക്കത്ത് കൊടുക്കണേ റഹ്മാനെ. യജമാനനായ റബ്ബേ, മറക്കാൻ കഴിയാത്ത അംഗങ്ങളുണ്ട് പടച്ചവനെ. ഖത്തറിലും മറ്റു രാജ്യങ്ങൾ, ഗൾഫ് നാടുകളിൽ അങ്ങേറ്റം, സൗദിയിലും യുഎഇയിലും ഒക്കെ അങ്ങേറ്റം സ്നേഹിക്കുന്ന, സഹായിച്ച നിരവധി ആളുകളുണ്ട്. യാ അല്ലാഹ്, നിന്റെ ദീനിന് വേണ്ടിയാണ് അവരുടെ അരികിലേക്ക് ചെന്നത്. നിന്റെ ദീനിന് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി കൈനീട്ടി കഴിവിന്റെ പരമാവധി സന്തോഷത്തോടെ പൊരുത്തത്തോടെ തന്ന് കുട്ടികൾക്ക് താമസിക്കാനും മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനും വഴികളൊക്കെ തുറന്നു തന്നവരുണ്ട്. അർഹമുർ റാഹിമേ, അവർക്ക് അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അവിടെ വീടുകൾ ബർക്കത്ത് നൽകണേ റഹ്മാനെ. അവർക്ക് ഇസ്സത്ത് കൊടുക്കണേ റഹ്മാനെ. ബിഹബീബിക്കൽ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബിസ്സഹാബത്തി കുല്ലിഹിം അജ്മഈൻ വബിസ്സഹാബത്തി കുല്ലിഹിം അജ്മഈൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم. وآخر دعوانا أن الحمد لله رب العالمين.